നമസ്കാരം, സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. 3 റിക്രൂട്ട്മെന്റുകളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതിൽ ഒന്ന് ലുലു ഗ്രൂപ്പിലേക്കുള്ള ഹയറിംഗ് ആണ്. ലുലു ഗ്രൂപ്പ് മിഡിൽ ഈസ്റ്റിലേക്ക്, ഗൾഫ് രാജ്യങ്ങളിലേക്ക് റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപേക്ഷ കാത്തിരിക്കൊന്നും വേണ്ട, ഡയറക്റ്റ് വോക്കിൻ ചെയ്ത് എത്താവുന്ന അവസരങ്ങളാണ്. അത് എക്സിക്യൂട്ടീവ് കാറ്റഗറിയും അല്ലെങ്കിൽ സ്കിൽഡ് വർക്കേഴ്സ്, ഇങ്ങനെ വിവിധ മേഖലകളിൽ അവസരങ്ങളുണ്ട്. അതും ലുലുവിന്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ വിസയൊക്കെ സൗജന്യമായതുകൊണ്ട് തന്നെ വലിയ പണച്ചെലവില്ലാതെ, തട്ടിപ്പില്ലാതെ എത്താവുന്ന അവസരങ്ങളാണ്. ഈ ഒരു റിക്രൂട്ട്മെന്റിനെ കുറിച്ച് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റിക്രൂട്ട്മെന്റ് 83ഓളം ഒഴിവുകളിലേക്ക് ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. ഫ്രഷേഴ്സ് എന്ന് പറയുമ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്നവർക്ക് വരെ അപേക്ഷിക്കാവുന്ന അവസരങ്ങളുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള റിക്രൂട്ട്മെന്റിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. വളരെ മികച്ച ശമ്പളം, ഏതാണ്ട് 1 ലക്ഷത്തിലധികമാണ് ടേക്ക് ഹോം ആയിട്ട് പ്രതിമാസം ലഭ്യമാകുന്ന ഈ ഒരു അവസരത്തെക്കുറിച്ചും ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള 3 റിക്രൂട്ട്മെന്റുകളെ കുറിച്ച് മനസ്സിലാക്കുവാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തരുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ചാനലിൽ കൂടെയോ ഒക്കെ ജോലി തേടാം. ഇതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം നമുക്ക് ലുലുവിലെ അവസരങ്ങൾ ഒന്ന് പരിശോധിക്കാം. ലുലു മിഡിൽ ഈസ്റ്റിലേക്ക്, അതായത് GCC ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഞാൻ മുമ്പ് സൂചിച്ച പോലെ എക്സിക്യൂട്ടീവ് ലെവലിലുള്ളതുകൊണ്ട്, സ്കിൽഡ് വർക്കേഴ്സ് ഉണ്ട്, സെയിൽസ്മാൻ ഉണ്ട്. ഇങ്ങനെ വിവിധ തസ്തികകളിലേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. അപേക്ഷ കാത്തിരിക്കൊന്നും വേണ്ട, തൃശ്ശൂരിലേക്ക് വോക്കിൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. തൃശ്ശൂരിലെ വോക്കിൻ ഇന്റർവ്യൂ നടക്കുന്നത് 24-ാം തീയതി തിങ്കളാഴ്ചയാണ്. അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 9 മണിക്കും 2 മണിക്കും ഇടയ്ക്കായിട്ട് തൃശ്ശൂർ ഹയാത്ത് ലുലു കൺവെൻഷൻ സെന്റർ, ഹയാത്ത് ഹോട്ടലിന്റെ ലുലു കൺവെൻഷൻ സെന്ററിലേക്ക് വോക്കിൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. അപ്പൊ എന്തൊക്കെയായിരിക്കും ഇവിടെ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ? ഒന്ന്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, അതേപോലെ ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ്. ഇത് MBA മാർക്കറ്റിംഗ് കഴിഞ്ഞവർക്കുള്ള അവസരമാണ്. 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് സൂചിപ്പിക്കുന്നുണ്ട്. 30 വയസ്സിന് താഴെ ആയിരിക്കണം പ്രായം. ഇതുകൂടാതെ അക്കൗണ്ടൻസ് എന്ന തസ്തികയിലേക്ക് MCOM വരെ ഹയർ ചെയ്യുന്നുണ്ട്. ഇവിടെയും 3 ഇയർ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. 30 വയസ്സിൽ താഴെ ആയിരിക്കണം പ്രായം. IT സപ്പോർട്ട് സ്റ്റാഫായിട്ട് BCA-ക്കാര്, അല്ലെ BSc കമ്പ്യൂട്ടർ സയൻസുകാർ, അല്ലെ 3 ഇയർ ഡിപ്ലോമ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഇവിടെ 3 ഇയർ എക്സ്പീരിയൻസ് ആണ്. 30 വയസ്സിൽ താഴെ ആയിരിക്കണം പ്രായം. ഗ്രാഫിക് ഡിസൈനേഴ്സ് ആയിട്ട്, ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ 3 ഇയർ എക്സ്പീരിയൻസ് ഉള്ള 30 വയസ്സിൽ താഴെയുള്ളവരെ ഹയർ ചെയ്യുന്നുണ്ട്. സെയിൽസ്മാന്, ക്യാഷ്യേഴ്സ്, ഈ തസ്തികയിലേക്ക് മിനിമം 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവരെ ആയിരിക്കും ഹയർ ചെയ്യുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 20 വയസ്സ്, 28 വയസ്സ് മുതൽ 20 വയസ്സ് വരെയാണ് പ്രായം സൂചിപ്പിക്കുന്നത്. മിനിമം +2 ഉള്ളവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. സൗത്ത് ഇന്ത്യൻ കുക്ക്, അതേപോലെ സാൻഡ്വിച്ച്, ഷവർമ മേക്കേഴ്സ്, സ്നാക്ക്, സാലഡ് മേക്കേഴ്സ്, ബേക്കേഴ്സ്, കൺഫെക്ഷനറീസ്, ബുച്ചേഴ്സ്, ഫിഷ് മോങ്കേഴ്സ്, ഇറച്ചി വെട്ടുകാർ, മീൻ വെട്ടുകാർ, ഇങ്ങനെയൊക്കെ ഉള്ളവരെ ഹയർ ചെയ്യുന്നുണ്ട്. ഒരു 5 വർഷത്തേക്ക് എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. 35 വയസ്സിൽ താഴെ ആയിരിക്കണം പ്രായം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ടെയിലേഴ്സ് ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, ഇലക്ട്രീഷ്യൻസ് ഉണ്ട്, കാർപ്പൻറ്റേഴ്സ് ഉണ്ട്, ഫർണിച്ചർ അസംബ്ലിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. ഹെവി ഡ്രൈവേഴ്സ്, അത് സൗദി അറേബ്യ ലൈസൻസ് ഉള്ളവരാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പം 3 ഇയേഴ്സ് ഈ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള 35 വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പം തൃശ്ശൂരിൽ 24-ാം തീയതി വോക്കിൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. അവർക്ക് ഈ ഒരു ഒഴിവുകൾ മെയിൽ കാൻഡിഡേറ്റ്സിനുള്ളതായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ പാസ്പോർട്ടിന്റെ കോപ്പി, റെസ്യൂമെ, ബയോഡാറ്റ, അതേപോലെ പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ്, ഇങ്ങനെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ്, ഇതൊക്കെ ആയിട്ട് വേണം വോക്കിൻ ചെയ്യാൻ. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ബന്ധപ്പെടാനുള്ള നമ്പരും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിവരങ്ങൾക്കായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് സന്ദർശിക്കാം. അതല്ലെങ്കിൽ jobsbridge.com നമ്മുടെ സൈറ്റിൽ പോയിട്ട് ലുലു എന്ന് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. ഒട്ടനവധി തൊഴിൽ അവസരങ്ങൾ ഈ വെബ്സൈറ്റിലുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി നമുക്ക് ജോയി അലുക്കാസ് ടീമിലുള്ള ഒരു വേക്കൻസിയും കൂടെ നോക്കിയിട്ട് എയർപോർട്ട് ജോലികളിലേക്ക് വരാം. ജോയി അലുക്കാസ് 2 തസ്തികയിലേക്ക് ഹയറിംഗ് നടത്തുന്നുണ്ട്. ഒന്ന്, കസ്റ്റമർ റിലേഷൻസ് എക്സിക്യൂട്ടീവ് ആണ്. ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ള അവസരമാണെങ്കിൽ, മാനേജ്മെന്റ് ട്രെയിനി തസ്തികയിലേക്ക് ഹയറിംഗ് നടക്കുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിനുള്ള അവസരമായിരിക്കും. അപ്പം ആദ്യത്തെ അവസരം നമുക്കൊന്ന് പരിശോധിക്കാം. കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും അപേക്ഷിക്കാം. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനായിരിക്കും അവസരമുള്ളത്. ക്വാളിഫിക്കേഷൻ ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന് MBA അല്ലെങ്കിൽ ഗ്രാജുവേഷനോ ഡിപ്ലോമക്കാർക്കോ പറ്റും. പക്ഷേ അവർ ഈ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് മേഖലയിൽ ഡിഗ്രിയോ ഡിപ്ലോമയോ കഴിഞ്ഞവരായിരിക്കണം. അല്ലെങ്കിൽ MBA-ക്കാർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും അവസരങ്ങളുണ്ട്. ഇനി മാനേജ്മെന്റ് ട്രെയിനി ആയിട്ട് മെയിൽ കാൻഡിഡേറ്റ്സിനായിരിക്കും.
റീറ്റെയിൽ ഓപ്പറേഷനിലേക്കും ഒക്കെയാണ് ഹയറിംഗ് നടക്കുന്നത്. ഇവിടെ MBAക്കാർക്കായിരിക്കും, മെയിൽ കാൻഡിഡേറ്റ്സ് ആയിരിക്കും ഹയർ ചെയ്യുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 തസ്തികയിലേക്കും അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. ശമ്പളത്തിന് പുറമെ മറ്റ് പല പേർക്സും ഒക്കെ ലഭ്യമാണ്. അതൊക്കെ വീഡിയോയിൽ നൽകുന്നുണ്ട്. ഓർക്കുക, ഇത് കോട്ടയം റീജിയനിലേക്കുള്ള ഹയറിംഗ് ആണ്. ഒരുപക്ഷെ കോട്ടയത്തുള്ള ജോയ് മാളിലെ ജോലി ചെയ്യുന്നതിനുള്ള ഒരു അവസരമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കോട്ടയം റീജിയനിൽ നിന്നുള്ളവരായിരിക്കും പ്രിഫർ ചെയ്യുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ jobsbridge.com നമ്മുടെ സൈറ്റിലുണ്ട്, അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഇനി നമുക്ക് ഈ എയർപോർട്ട് അതോറിറ്റിയുടെ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയേക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ആണ്. ഒരു മിനി രത്ന കമ്പനിയാണ് ഇത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ എയർപോർട്ടുകളിലേക്കാണ് ഈ ഒരു ഹയറിംഗ് ഇവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അഡ്വർടൈസ്മെന്റ് നമ്പറൊക്കെ ശ്രദ്ധിക്കുക. നോക്കുക, ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസ് 13 ഒഴിവുകളാണ്. ജൂനിയർ എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സ് 66 ഒഴിവുകളുണ്ട്. ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽ ലാംഗ്വേജ് 4 ഒഴിവുകൾ. അങ്ങനെ എല്ലാം കൂടെ ഏതാണ്ട് 83 ഒഴിവുകളിലേക്കാണ് ഈ ഒരു ഹയറിംഗ് നടക്കുന്നത്. ഇതിലെ വേക്കൻസികൾ ടെൻറ്റേറ്റീവ് ആണെന്നും കൂടാമോ കുറയാമെന്നും ഒക്കെ സാധ്യതകളുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇത്രയും തസ്തികകളിലേക്കാണ് ഈ ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഒന്ന് പരിശോധിക്കാം. ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസസിലേക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി, അതായത് BTechകാർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. ഈ BTech ഫയർ എഞ്ചിനീയറിംഗിലോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ ഓട്ടോമൊബൈലിലോ കഴിഞ്ഞവരായിരിക്കണം. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. ഇനി ജൂനിയർ എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സിലേക്ക് അപേക്ഷിക്കുവാനായിട്ട് ഗ്രാജുവേറ്റ് ആൻഡ് MBA, അതായത് MBAക്കാർക്ക് അപേക്ഷിക്കാം. സ്പെഷ്യലൈസേഷൻ HRM HRD അങ്ങനെ എന്തെങ്കിലും, അല്ലെ ലേബർ വെൽഫെയറിലൊക്കെ സ്പെഷ്യലൈസേഷൻ ആയിരിക്കണം. അപ്പോൾ MBA HRകാർക്ക് അല്ലെ MHR അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അവിടെയും എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽ ലാംഗ്വേജ്, ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്കായിരിക്കും അവസരമുള്ളത്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഏത് PGക്കാർക്കും അപേക്ഷിക്കാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ എനി സബ്ജക്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ആസ് കമ്പൽസറി ഓർ ഇലക്റ്റീവ് സബ്ജക്റ്റ്. അതായത് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദിയും ഇംഗ്ലീഷും ഇലക്റ്റീവായിട്ടെങ്കിലും പഠിച്ച ഏത് പോസ്റ്റ് ഗ്രാജുവേഷൻകാർക്കും അല്ലെങ്കിൽ ഹിന്ദി ഇംഗ്ലീഷിൽ PG പഠിച്ചവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇവിടെ 2 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. മറ്റ് 2 തസ്തികയിലും എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഇപ്പോൾ ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസ് ആയിട്ട് BTechകാർക്കും ജൂനിയർ എക്സിക്യൂട്ടീവ് HR റിസോഴ്സസ് ആയിട്ട് MBAക്കാർക്ക് അവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ളത്, ജൂനിയർ എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ളത്. ഇനി ഇവർ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രായം മാക്സിമം ഏജ് 27 വയസ്സ് വരെ ആയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 27 താഴെയുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. എന്നാൽ ചില റിലാക്സേഷൻ ഒക്കെ ഉണ്ട്. നമുക്കറിയാം SC STക്കാർക്ക് 5 വർഷത്തെ, പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി അംഗവൈകല്യമുള്ളവർക്കൊക്കെ 10 വർഷത്തെയൊക്കെ റിലാക്സേഷൻ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അവർക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് കൂടെ സൂചിപ്പിക്കാം. ഫെബ്രുവരി 17 മുതലാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നത്. ഫെബ്രുവരി 17 മുതൽ മാർച്ച് 18 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലൂടെ ആയിരിക്കും സെലക്ഷൻ നടത്തുക. ടെസ്റ്റിൻ്റെ ഡേറ്റ് പിന്നാലെ അറിയിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. വളരെ മികച്ച ഒരു റിമ്യൂണറേഷൻ പാക്കേജ് പ്രതീക്ഷിക്കാം. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. പേ സ്കെയില് 1,40,000 രൂപ വരെയാണ് പ്രതിമാസം. ഏതാണ്ട് ടേക്ക് ഹോം CTC പോസ്റ്റ് കമ്പനി ഏതാണ്ട് 13 ലക്ഷം രൂപ പെർ ആനം ആയിരിക്കും. അതായത് 1 ലക്ഷത്തിന് മേളിലായിരിക്കും നിങ്ങളുടെ ശമ്പളം. CTC എന്ന് ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ DA പെർക്സ് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. ഇനി ഇവിടെ കുറേ ഇൻസ്ട്രക്ഷനൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ ഒരു കാര്യം കൂടി ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. കാൻഡിഡേറ്റ് എൻറോൾ ഇൻ ഫൈനൽ സെമിസ്റ്റർ ഓർ ഫൈനൽ ഇയർ, അതായത് BTech അല്ലെങ്കിൽ MBA അല്ലെങ്കിൽ PG ഇതൊക്കെ ഫൈനൽ സെമിസ്റ്റർ പഠിക്കുന്നവർക്കും അല്ലെ ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കും അപേക്ഷിക്കുവാനായിട്ട് കഴിയും. കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. എന്നാൽ ഇവരുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ്റെ ഒക്കെ സമയമുണ്ട്. അതായത് സെലക്ഷനൊക്കെ കഴിഞ്ഞ് വെരിഫൈ ചെയ്യുന്ന സമയം കൊണ്ട് നിങ്ങളിത് തീർത്താൽ മതി. അപ്പോൾ 2025 തീരാൻ പോകുന്നവർക്ക് ഇതിന് അപേക്ഷിക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നൽകിയിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാവുന്നതാണ്. എങ്ങനെയായിരിക്കും സെലക്ഷന്? ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷന്. അതിൻ്റെ അഡ്മിറ്റ് കാർഡൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ സിലബസ് ഒക്കെ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. ഇനി ഓർക്കുക, ഇതിനൊരു ആപ്ലിക്കേഷൻ ഫീയും കൂടി ഉണ്ട് എന്നുള്ള കാര്യം. അത് ഇവിടെ നൽകിയിട്ടുണ്ട്. ഹൗ ടു അപ്ലൈ, ഓൺലൈനായിട്ട് വേണം അപ്ലൈ ചെയ്യുവാൻ. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം.
ഇനി ഇതാ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീയും കൂടി ഞാനൊന്ന് സൂചിപ്പിക്കാം. ഒരു 1000 രൂപ ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കും എന്ന് ഇവരെ സൂചിപ്പിക്കുന്നുണ്ട്, ഇൻക്ലൂസീവ് ഓഫ് GST. അപ്പം അതിന് ഈ ഒരു എണ്ണത്തിന് അപ്ലൈ ചെയ്യണേ 1000 രൂപ ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. അത് ഓൺലൈനായിട്ട് അപേക്ഷിക്കണം. നല്ലൊരു കാര്യം ഓർക്കുക, SC STക്കാർ, PWD പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, അല്ലെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, അല്ലെങ്കിൽ ഈ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ അപ്രന്റീസ് ചെയ്തവർക്കൊന്നും ഈ ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ടതില്ല എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അല്ലാത്തവർ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ഫീ പേ ചെയ്യേണ്ടതായിട്ട് വരും. ബാക്കി ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊക്കെ പരിശോധിക്കാവുന്നതാണ്. അവർക്ക് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊള്ളട്ടെ, ഈ 3 തസ്തികയിലേക്കുള്ള ഹയറിങ്ങിൽ ഈ ജൂനിയർ ഈ ഫയർ സർവീസസിലേക്കുള്ളവർക്ക് ചില ഫിസിക്കലായിട്ടുള്ള ചില ക്രൈറ്റീരിയയും കൂടെ സൂചിപ്പിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതും കൂടി പരിശോധിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിരിക്കുന്ന ലിങ്കിൽ അപ്ലൈ ചെയ്യുക. ആദ്യം ഡീറ്റെയിൽസ് മനസ്സിലാക്കി അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ ഉപകാരപ്രദം തോന്നിയ 3 അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതാത് കമ്പനിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അവർക്ക് ഈ എയർപോർട്ട് റിക്രൂട്ട്മെന്റിന് ഒരു രജിസ്ട്രേഷൻ ഫീ ഉണ്ട് 1000 രൂപ. എന്നാൽ ഇതിൻ്റെയൊക്കെ പേരിൽ വലിയ തുകയൊക്കെ പലരും ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ചതിയിൽ പെടാതിരിക്കുവാൻ കൂടി ശ്രദ്ധിക്കുക. അതിലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.